പഠിക്കാനുള്ള ഭാഗ്യം എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരു ദിവസം അല്പനേരം നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. കാരണം അദ്ദേഹം അടുത്ത ക്ലാസ്സിൽ വളരെ നന്നായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ശബ്ദം കൂടുതലായിരിക്കും. എൻ്റെ ശബ്ദം അതിലല്പം കൂടി കൂടുതലായോ എന്നെനിക്ക് സംശയം. അദ്ദേഹം വിളിച്ചെന്നെ ആ മേശയെടുത്ത് കുറച്ചേരോട് നിൽക്കുകയും എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ക്ലാസ്സിൽ ഇരുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ബഹുമാന പരിസരം ക്ഷണിച്ചുകൊള്ളു. വേദിയിലുള്ള ഗുരുനാഥന്മാരെ, സദസ്സിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, എന്നോടൊപ്പം സ്കൂളിൽ ജോലി ചെയ്ത അധ്യാപകന്മാരെ, ഇതുപോലൊരു പരിപാടി ആസൂത്രണം ചെയ്ത വിവരം നേരത്തെ ഞാൻ അറിഞ്ഞെങ്കിലും എന്നെ കാണുന്നതിന് വേണ്ടി 4 പ്രാവശ്യം ഇതിൻ്റെ പ്രവർത്തകർ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ കാണാനിടയില്ല. ഇവിടെ വന്ന് അങ്ങോട്ട് പോകാവൂ എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞു. കാരണം എന്നെ ക്ഷണിക്കാമെന്ന എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ ഞാനുമായിട്ട് നേരിട്ട് കാണാനിടയായില്ല. അതിൻ്റെ പേരിൽ ഭാര്യ വളരെ നിർബന്ധിച്ച് ഞാൻ ജയിലിലെത്തിയപ്പോൾ അവിടെ നിന്ന് വിളിച്ചു ഒന്നും കൂടി. അപ്പോൾ ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്ത എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതിന് ഞാൻ ഈ അവസരം ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ഡി ഡിവിഷനിലെ കുട്ടികളാണ് ഇത് സംഘടിപ്പിച്ചതെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. വിദ്യാഭ്യാസ രീതിയിൽ ഞങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന സമയത്തെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾ അല്പമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അടുത്ത 2 ക്ലാസ്സിന് ശല്യം വരുന്നു. കാരണം എൻ്റെ ശബ്ദം ഒരു വോളിയം കൂടുതലായിരുന്നു. അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അന്നത്തെ രീതിയിൽ നിന്ന് അല്പം മാറ്റമുണ്ട്. ഇപ്പോൾ കാലത്തിനനുസൃതമായ മാറ്റമായിരിക്കും. ഇന്ന് കാണുന്ന ഒരു പ്രത്യേകത ഇപ്പോൾ കണക്കിൻ്റെ കാര്യത്തിൽ, ഇപ്പോഴും എനിക്ക് കണക്കിന് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. നിർഭാഗ്യവശാൽ ആ വിഷയം കോളേജിൽ തുടർന്ന് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഈ കണക്കിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ കുട്ടികൾക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് കണക്ക് മനക്കണക്കായിട്ട് കൂട്ടുണ്ടായില്ല, അതിന് ഉപകരണം കിട്ടിയാൽ ഇലക്ട്രോണിക് ഉപകരണം, എൻ്റെ അഭിപ്രായത്തിൽ ആ ഉപകരണം കുട്ടികൾ ഉപയോഗിച്ചോട്ടെ. പക്ഷെ ആദ്യമായിട്ട് മനസ്സുകൊണ്ട് എഴുതി കൂട്ടിയിട്ട് ചെക്ക് ചെയ്യാനേ അത് ഉപയോഗിക്കാൻ അനുവദിക്കാവൂ. നമ്മുടെ തലച്ചോറിന് കിട്ടുന്ന ഒരു എക്സർസൈസാണ് ഈ കണക്ക് കൂട്ടലും കിരിക്കലും ഒക്കെ. അതിന്ന് ഈ ലഘു യന്ത്രം ഉപയോഗിച്ചാണ് പലരും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിന് കിട്ടുന്ന ആ എക്സർസൈസ് കുറഞ്ഞു പോകുന്നില്ലേ എന്ന് സംശയിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ 70-നോടടുത്ത പ്രായം. ചില കാര്യങ്ങളുടെ ഓർമ്മയിൽ മുഴുവൻ വരുന്നില്ല. അപ്പം എനിക്ക് തോന്നി തലച്ചോറിന് എന്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആവശ്യമില്ലാത്ത കുറേ കണക്കുകൾ എഴുതി കൂട്ടലും കുറക്കലും നടത്തുന്നത് ഒരു എക്സർസൈസ് ഇട്ടാണ്. കാരണം നമ്മൾ വെറുതെ ഇരുന്നാൽ, ഇപ്പോൾ കേരളത്തിലെ കണക്ക് നോക്കിയിട്ട് വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഷുഗർ പേഷ്യൻസ് കൂടുതലാണെന്ന് പറയുന്നത്. അത് നമ്മുടെ എക്സർസൈസിൻ്റെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ പാലത്തിൻ്റെ വെളുപ്പിന് ഞാൻ നടക്കാൻ പോകുന്നതാണ്. കൂടുതൽ ആളുകൾ നടക്കാൻ വരുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വരുന്നുണ്ട്. അത് നമ്മുടെ ജീവിത ശൈലിയിൽ, ജീവിത രീതിയിൽ വന്ന മാറ്റമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളും വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ പൂർത്തീകരിക്കുകയാണ്. അവരുടെ മക്കളെ നമ്മൾ വേണ്ട രീതിയിൽ, എനിക്ക് മുൻപ് സംസാരിച്ച ജയറാം സാറൊക്കെ പറഞ്ഞതുപോലെ, ഇപ്പോൾ പെൻഷനൊക്കെ പറ്റിയിരിക്കുന്ന ആളുകൾക്ക്, ഈ അച്ഛന്മാർക്ക് പൊതുവെ ജോലി കുറവായിരിക്കും. അപ്പോൾ ആ കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കുറെ ശ്രദ്ധിക്കുന്നത് ആ കുടുംബത്തിന് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഇപ്പം ഞാൻ പഠിപ്പിച്ച പലരും ഇവിടെ മുന്നിലിരിപ്പുണ്ട്. പലരും എനിക്കൊരു അനുഭവം ഉള്ളത്, ക്ലാസ്സിൽ കൂടുതൽ കുസൃതി കാണിച്ച് അന്നിടയ്ക്ക് പുറത്തേക്ക് ഇറക്കും. ഇന്ന് പുറത്തിറക്കാനൊന്നും പറ്റില്ല. ഇന്ന് പുറത്തിറക്കിയാൽ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ രക്ഷാകർത്താവ് വീട്ടിൽ വരും. ഇന്നത്തെ അധ്യാപകർ പറയുന്ന അനുഭവങ്ങളാണ്. ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങളുടെ രക്ഷാകർത്താക്കൾ, അതായത് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ ആരും എൻ്റെ അടുത്ത് ഇതുവരെ ആരും വന്നിട്ടില്ല. ഞാൻ തയ്ക്കിയിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്, ആരും ചോദ്യം ചെയ്യാൻ വന്നിരുന്നില്ല. ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്,
ഒരുത്തം കുഴപ്പമുണ്ടാക്കി ഞാനൊരു അടി അടിച്ചു. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, തിരിഞ്ഞത്. ഞാൻ ഒരുത്തിനാണ് അടിച്ചത്. അടി പുറത്ത് കൊണ്ടിട്ട് ചൂരലി പാടാൻ ആ പാട് പുറത്തുണ്ടായി. ആളെ പറഞ്ഞാൽ ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ശരിയാണ്. തല്ലുകൊണ്ടായി തനിക്കാണ്. ഞാൻ അടിക്കാൻ ഉദ്ദേശിച്ചത് ഈ വരത്തിനാണ്. ഇങ്ങനെ തിരിഞ്ഞ് വെച്ചിട്ട് പാട് ശരിക്കും പുറത്തുണ്ട്. ഒരാൾ ഇതെന്താണ് ഇങ്ങനെ തല്ലിയെന്ന് ചോദിച്ചാൽ രക്ഷാകർത്താവ് വന്നില്ല. ഇന്നതല്ല, ഇന്ന് പത്രത്തിലൊക്കെ കാണുന്നുണ്ട് പിള്ളേരുടെ മനോഭാവത്തിന് മാറ്റം വന്ന് എവിടെ ഈ അടുത്ത അവസരത്തിൽ കുട്ടികൾക്കില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കാലം മാറി അതിനനുസരിച്ച് ഇന്നത്തെ അധ്യാപകർ പ്രവർത്തിക്കുകയുള്ളൂ. പഠിപ്പിക്കും, കുറ്റം ചെയ്താൽ ശിക്ഷിക്കാൻ പഴയതുപോലെ അവർക്ക് തയ്യാറാവാം. അവരതിന് ചെയ്യില്ല. ചെയ്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരെയും കുറ്റമറക്കാറില്ല. നമ്മൾ രക്ഷകർത്താക്കൾ കൊണ്ട് ഒരു മകന അല്ലെങ്കിൽ രണ്ട് കുട്ടികൾക്കുണ്ട്. അവരൊരാൾ തല്ലിയെന്ന് കേൾക്കുമ്പോൾ ഒരു പ്രയാസം അതുണ്ട്. ആ പ്രയാസമൊക്കെ ഉണ്ടായാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ദോഷകരമായിട്ട് മാറുന്നു. കുറച്ചൊക്കെ നമ്മൾ ഇപ്പം ആരും ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ തിരിയുന്ന അവസരത്തിൽ, ഞാൻ എച്ചമായി തിരിയുന്ന അവസരത്തിൽ ചില രക്ഷകർത്താക്കളെന്ന് പറയും, സാറ് ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, സാറൊന്നും അങ്ങനെ വിളിച്ച് ഒന്ന് ഉപദേശിക്കുക പറയുന്നത്. കാരണം അവരുടെ പിടിയിൽ നിൽക്കുന്നില്ല. കാലത്തിൻ്റെ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നു. നേരത്തെ ഒന്നും അതില്ല. അപ്പോൾ ആ രീതിയാണ്. കാലം മാറി. നേരത്തെ പറഞ്ഞതുപോലെ 6 മണിക്കൊന്നും പഠിക്കാനിരിക്കുന്ന സമ്പ്രദായം ഇന്നില്ല, പല വീടുകളിലില്ല. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങളൊക്കെ എത്തിച്ചു രാമനാരായണൻ എന്ന ചൊല്ലിയുടെ പുസ്തകത്തിൽ പഠിക്കാൻ പറഞ്ഞു. അത് കൃത്യമായിട്ട് ചെയ്യിച്ചിരുന്നു. ഇന്ന് അങ്ങനെയുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ എപ്പോൾ ഇരുന്ന് പഠിക്കണമെന്നൊന്നും നിർബന്ധിക്കലുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ സീരിയലിൻ്റെ പുറകെ പോകുന്നൊരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് വളരെയേറെ ദോഷം ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനത്തെ വളരെ ദോഷം ചെയ്യുന്നുണ്ട്. അത് രക്ഷകർത്താക്കളായ നമ്മളാണ്. നമ്മൾ മുന്നിലേക്ക് പോകണിപ്പോൾ സീരിയൽ കാണാനുള്ള വ്യഗ്രത കൂടുതൽ രക്ഷകർത്താക്കളാണ്. അത് നമ്മുടെ താഴ്ന്ന തലമുറയ്ക്ക് വളരെ ദോഷകരമായി ബാധിക്കും. സീരിയൽ കാണണമെന്നല്ല, അതിനൊക്കെ ഒരു ടൈം ടേബിൾ വെക്കുക. ഇന്ന സമയത്ത് അനുവദിക്കാൻ കാലം മാറിയിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് അത് കുറേ ദോഷം സംഭവിച്ചിട്ടുണ്ട് ഈ രീതിയിൽ. അതിലൊക്കെ എൻ്റെ ശിഷ്യന്മാരൊക്കെ കുറേ കൂടി ശ്രദ്ധിക്കുക. കുട്ടികളെ നമ്മൾ ഇപ്പോൾ ഒരു പ്രത്യേകതയാണെന്ന് നമ്മുടെ ഈ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടി വരുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹൈസ്കൂളിൽ നിന്നും പഠിച്ചുയർന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആയിരുന്ന ആളുകൾ അധികമുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് വന്നിട്ട് അങ്ങനെയുള്ള ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഇനിയിപ്പോൾ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വന്നപ്പോൾ കുറേ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് പല മേഖലകളിലും പിന്നോക്കമാണ്. നമ്മളാകെ പിന്നോക്കക്കാരാണ്. വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം പോയാൽ നമ്മൾ ഉയർച്ചയ്ക്ക് അത് ദോഷകരമായിട്ട് വരും. അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിലും രക്ഷകർത്താക്കളും അവരുടെ മാതാപിതാക്കളും കുട്ടികളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. ആ ഒരു മത്സരബുദ്ധിയോടുകൂടി പഠിക്കാനുള്ള ആവേശം നമ്മളവർക്ക് പകർന്നു കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളോട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും തന്നെ ഈ വേദിയിൽ വന്ന് സൗഹൃദം പങ്കിടേണ്ട ഒരവസരം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ കുടുംബസംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ടി.ആർ. ബോസിനെ ഞാൻ ഈ വേദിയിലേക്ക് സൗഹൃദം പങ്കിടുന്നതിന് വേണ്ടി ക്ഷണിച്ചോളും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ ഒരു നാളും കൂടിയായിട്ടുള്ള ശ്രീ രാജപ്പ സാർ, വേദിയിലിരിക്കുന്ന വിമല ടീച്ചർ, ഇവിടെ നമ്മൾ മറ്റ് സൗഹൃദം പങ്കിടാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ കൂടി അധ്യാപകരായിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷം. ഇവിടെ 69 വരെയുള്ള കാലയളവിലെ ഡി ഡിവിഷനിൽ പഠിച്ചിട്ടുള്ള കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള 3 ശിഷ്യന്മാരുടെ പരിശ്രമം ഫലവത്തായ ഒരു സദസ്സാണിത്. ആ നിലക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ടൊക്കെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായുമെല്ലാം നമുക്ക് ചുറ്റും നമ്മൾ കണ്ണോടിച്ചാൽ, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ നമ്മളും ചിന്തിച്ചാൽ
അത് ഇന്നലെയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനുഭവങ്ങൾ പെരുമാറ്റത്തിന് എന്ത് വില കൊടുത്താലും ഈ സമൂഹത്തിൽ അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ പ്രായാധിക്യം തന്നെ ആളുകളെ സമൂഹത്തിനും കുടുംബത്തിനും ഭാരമായി മാറുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും ഒരു അവിസ്മരണീയ നിമിഷങ്ങളായിട്ടാണ് ഞാനത് കാണുന്നത്. അതിനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ അവസരം ഇതുപോലുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ, നമ്മളും സമൂഹവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ഒരു പുതിയ മാനം കണ്ടെത്താനായിട്ട് കഴിയും. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രായാധിക്യം വന്നാൽ എല്ലാവരും പ്രായമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അങ്ങനെ പ്രായം അല്പം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 70 കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്തവരെ പോലെ അങ്ങനെയുള്ള ആളുകൾ തന്നെ വരുമാനമില്ലാത്തവരാണെങ്കിൽ തികച്ചും തിരസ്കരിക്കപ്പെടുന്ന വിഭാഗമായി മാറുന്ന ഒരു സാമൂഹ്യ സ്ഥിതി നമ്മളെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെയെല്ലാം മാറ്റി തീർക്കാൻ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ഒരു പരിധിവരെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആ നിലയ്ക്ക് ഈ സംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇത്തരത്തിൽ 2 വാക്ക് പറയാൻ അവസരം തന്ന സംഘാടകരോട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇതൊരു പാട്ടാകാം അല്ലേ? പക്ഷെ എന്തോ എനിക്ക് പാടാൻ അറിയില്ല. എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി ഇന്ന് പാലക്കാട് ആനക്കരയിൽ പാട്ട് ടീച്ചറാണ്. ശ്രീമതി ലാവണ്യ. ശ്രീമതി ലാവണ്യെ ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിയുറവേ കാട്ടിൻ നടുവിൽ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിൽ അമൃതം തൂകിയ ലോകപാലക ജഗദീശ കാരുണ്യത്തിൻ അമൃതദീപമായി അന്ധകാരമിതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേന്തി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യക്ഷതിയായി താരാനാദാകരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. മൂത്തോന്ന് സ്കൂളിൽ വരുന്നത് നമ്മുടെ ക്ലാസ്സിൽ മലയാളം എടുക്കുന്നതിന് വേണ്ടിയാണ്. ഒട്ടനവധി കഥകൾ പറഞ്ഞ് നമ്മളെ രസിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഇനി കുറേ കഥകളും നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം ക്ഷണിച്ചു കൊടുക്കും. രാധന്മാരായ സാറ്, ടീച്ചർ, ഇവിടെ വേദിയിലിരിക്കേണ്ട വത്സൻ മാഷ്, പ്രിയങ്കരായ എൻ്റെ
പ്രവർത്തകരായിരുന്ന അധ്യാപികമാരെ ഞാൻ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലും അതിനു മുൻപ് സ്കൂളിൽ പഠിച്ചിരുന്ന പ്രിയങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അവരുടെ കുഞ്ഞുങ്ങൾ, വളരെ ഒരു മനപ്രയാസത്തോടുകൂടിയാണ് ഞാനിവിടെ ഈ വേദിയിലേക്ക് വന്നത്. ഒരു കവിതയുണ്ടല്ലോ, ഒരു വട്ടം കൂടി എൻ പഴയ വിദ്യാലയ തിരുവച്ചത്തെത്തുവാൻ മോഹം എന്നുള്ള പാട്ട്, അത് നിങ്ങൾക്ക് ഒരു വട്ടം കൂടി ആ പഴയ വിദ്യാലയത്തിൻ്റെ തിരുവറ്റത്ത് ഒത്തുകൂടാൻ കഴിയാതെ വന്നതിൽ ഞാനും കൂടി പങ്കാളിയാണ് എന്നുള്ള ഒരു ദുഃഖം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുക. നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിൽ ഒത്തുചേരുന്നതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളത് ഞാൻ ഖേദത്തോടെ തന്നെ തുറന്ന് സമ്മതിക്കുക. അപ്പം അതിനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ പറ്റാതിരുന്നതിൽ കാര്യം എൻ്റെയും കൂടി കഴിവുകേടായിട്ട് മറ്റുള്ളവരും കാണും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് തുറന്ന് പറയുന്നത്. എങ്കിൽ പോലും ഒരു അധ്യാപകൻ എന്നുള്ള പഴയൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇവിടെ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ അവസരം ലഭിച്ചത് ഒരു വലിയ ഭാഗ്യം മാത്രമല്ല, അത്രയധികം സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഉള്ളത് ഏറ്റവും വലിയ അംഗീകാരമാണ് ഞങ്ങൾക്കൊക്കെ തന്നിരിക്കുന്നത്. ഇതിനു മുൻപ് ഒന്നും ഇതുപോലൊരു അംഗീകാരം ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലത്തെ ഒരു പ്രത്യേക അംഗീകാരങ്ങൾ പല രംഗത്ത് നിന്ന് കിട്ടും എങ്കിൽ പോലും ഇത്രമാത്രം സ്നേഹം തുടിക്കുന്ന വികാരപരമായ രീതിയിലുള്ള ഒരു ഒത്തുകൂടലോട് കൂടിയുള്ള ഒരു അംഗീകാരം, ഈ സദസ്സിൽ വെച്ചുള്ളൊരു അംഗീകാരം, അതാണ് അധ്യാപകൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാനുള്ളത്. ജോലികൾ പലതുമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും അധ്യാപകന്റെ ജോലിക്ക് അതിൻ്റേതായൊരു പ്രത്യേക വൈശിഷ്ട്യമുണ്ട്, മഹത്വമുണ്ട്. അത് സാമ്പത്തികമല്ല. മറ്റു പല രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിൽ അധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ അധ്യാപകർക്ക് ലഭിക്കുന്ന ശമ്പളവും വേറെ പല രംഗങ്ങളിലേക്ക് പോകുന്ന ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നവർക്ക് കിട്ടുന്ന വലിയ തുകയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. പക്ഷെ എന്നാൽ പോലും അധ്യാപകരെപ്പോഴും ആ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാനും അതിൽ തന്നെ പകുതിയെങ്കിലും മിച്ചം വയ്ക്കാനും കഴിവുള്ളവരാണ്. എൻ്റെ അനുഭവം ഞാൻ ഈ പറഞ്ഞു വെച്ചാൽ കിട്ടിക്കൊണ്ടിരുന്നതിൽ പകുതിയല്ല, അതിൽ കൂടുതൽ മിച്ചമായിരുന്നു. കാശ് എത്ര കിട്ടിയാലും നമുക്ക് ചെലവാക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും അതിൽ നിന്ന് കുറച്ചെങ്കിലും മിച്ചം വയ്ക്കാനും സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കാൻ കഴിയണം. ഈ അധ്യാപകർക്ക് കിട്ടുന്ന ശമ്പളം കുറവല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടണം എന്നുള്ളതിനാണ് ഞാനിത് പറയുന്നത്. ആ ഒരു ജോലിയുടെ മഹത്വം സാമ്പത്തികമല്ല. പിന്നെ ഇവിടെ പലരൊക്കെ പറഞ്ഞ പോലെ പഴയ കാലത്ത് കിട്ടിയിരുന്ന അധ്യാപകർക്ക് കിട്ടിയിരുന്ന ആ ഒരു ബഹുമാനം ഇപ്പോഴത്തെ അധ്യാപകർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കുറ്റം കുട്ടികളുടെയാണെന്ന് ഞാൻ പറഞ്ഞു. കുട്ടികൾ ഈ കാലത്തും അധ്യാപകരെ മാനിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അധ്യാപകര് ഞാൻ പറയുമ്പോൾ അത് പ്രത്യേക അർത്ഥത്തിൽ തന്നെയാണ്. 90% പേരും തുറന്നു പറഞ്ഞാൽ പലർക്കൊക്കെ ദേഷ്യം വരും, മനസ്സിലുള്ള ആവശ്യത്തിൽ കൂടുതൽ തുറന്നു പറയുന്ന സ്വഭാവമുള്ളതുകൊണ്ട് വെറുതെങ്കിലും വഴക്ക് വാങ്ങിക്കുന്ന ശീലം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് പറയുന്നത്. 90% പേരും അധ്യാപകരാകാൻ
പ്രാപ്തിയുള്ളവരോ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവരല്ല ഇന്ന് അധ്യാപകരായിട്ട് ആയി വരുന്നത്. ഗതി കിട്ടാൽ പുലി പുല്ലും തിന്നെന്ന് പറയുന്ന പോലെ പൊക്കണം കിട്ടാൽ പോലീസ് തരുന്ന പണ്ട് ഒരു പഴമൊഴിയുണ്ട്. ഒരു ഗതിയും കിട്ടാതെ വരുമ്പോൾ പോലീസ് ചെയ്യും, പൊക്കണം കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അതുപോലെ ഒരു ഗതിയും കിട്ടാതെ അങ്ങനെ ഞാൻ അധ്യാപകനായത്. നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ അധ്യാപകനായിട്ട് അവനായിട്ട് അങ്ങനെ കുതിച്ച അധ്യാപകത്തിൽ വന്ന ആളല്ല. പലതരത്തിൽ ശ്രമിച്ചു നോക്കി വേറെ പലതും കിട്ടാൻ ഒരു ഗതിയും കിട്ടിയില്ല. ഒടുവിൽ കിട്ടിയ ജോലി അധ്യാപകന്റെ ജോലിയാണ്. പക്ഷേ രാജാവിന്റെ വേഷം കെട്ടാൻ പറയും, നാടക ശല്യം പറയും. രാജാവിന്റെ വേഷം കെട്ടാനാണ് പറയുന്നതെങ്കിൽ രാജകീയ പ്രവൃത്തി വേണം. സന്യാസിയുടെ വേഷമാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും സന്യാസിയുടേതായിട്ടുള്ള പ്രത്യേക ഭാവങ്ങളെല്ലാം. കള്ളന്റെ വേഷമാണെങ്കിൽ അത്. അപ്പൊ ഏത് വേഷമാണോ അണിയുന്നത് അതിനനുസരിച്ച് മാറാൻ കഴിയും. അങ്ങനെ എനിക്ക് മാറാൻ കഴിഞ്ഞോ ഇല്ലെന്ന് അറിയില്ല. ഇവിടെ ശശിയെ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ കുറച്ച് എനിക്ക് അംഗീകാരങ്ങൾ തന്നെന്നാണല്ലേ പണ്ട് കഥ പറഞ്ഞിരുന്നതിന്റെ കാര്യം അവർ ഓർക്കുന്നു എന്ന് പറയുമ്പോ. പക്ഷെ ഇപ്പൊ കഥയെല്ലാം ഞാൻ മറന്നുപോയി. ഇപ്പൊ കഥയില്ലാത്തവനായിപ്പോയി. ഇല്ല, കഥയില്ലാത്തവന് അതിന് അർത്ഥങ്ങൾ പലതാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് അവര് പ്രത്യേക ഭാവങ്ങളും കഥ പറയാനുള്ള അഭിനയ ശൈലിയും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇതെല്ലാം നേരെ വിപരീതമായി. ഇപ്പൊ കഥ പറയാൻ അറിഞ്ഞില്ല, തമാശ പറയാനും അറിയാത്ത ഭാഗത്തിലായിപ്പോയി എന്നുള്ളതാണ്. എന്നൊക്കെ ഇഷ്ടംപോലെ അതൊന്നും കേട്ട് രസമൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഞാൻ തമാശ പറഞ്ഞാല് അതിന്റെ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ പ്രവൃത്തിക്ക് കുറവ് വന്നെന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കുമോ എന്നുള്ള പേടിയാണുള്ളിൽ. അങ്ങനെയുള്ളത് കൊണ്ട് സ്വയം നിയന്ത്രിച്ച് വന്നപ്പോ ഞാനല്ലാതായി കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് എൻ്റെ പഴയ അധ്യാപകനായിരുന്നപ്പോൾ ഉള്ള ഒരു ഗുണവുമില്ല, ദോഷങ്ങൾ ധാരാളം ഉണ്ട്. എന്തായാലും ഇതൊക്കെ നിങ്ങളോട് തുറന്നു പറയാനുള്ള അവസരം തന്നതിൽ നന്ദി. അന്ന് ഞാനൊക്കെ മാതൃകാ പുരുഷന്മാരായിട്ട് കണ്ടിരുന്ന ആളുകളാണ്. ഡാക്ടർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു പ്രത്യേക പ്രൗഢിയും അതുപോലെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അതെല്ലാന്ന് പറയാൻ പറ്റില്ല. വിവര ടീച്ചറാകുമ്പോൾ വേറെ നേരെ വിപരീതമുള്ളൊരു ഭാഗമാണ്. ആ സൗമ്യ ഭാഗവും എല്ലാം കൂടെ ചേർത്ത് അന്ന് മനസ്സ് കടികട്ടിയാണ്. രായപ്പ സാറിന്റെ ഭാഗമൊക്കെ കാണുമ്പോൾ ഗംഭീര പുരുഷനും അതിനോടൊപ്പം വേറെ പലതും തോന്നിക്കും, ഭീകരനാണെന്ന് തോന്നിക്കും. ടീച്ചറിന് കുറെ കൂടെ ആവുകയുണ്ട്. പക്ഷെ മനസ്സ് അത്രയും കടുപ്പമല്ലായിരുന്നു. ടീച്ചർ നേരെ വിരീതായിരുന്നു. വത്സമാഷാകുമ്പോ ഇപ്പൊ ഈ കാണുന്നത് തന്നെയാണ് ഒരു വ്യത്യാസം. ഇതുപോലെ ഒരാൾക്ക് മാറാതിരിക്കാൻ എങ്ങനെ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ജനിച്ച മുതല് എന്നെ പഠിപ്പിച്ചപ്പോ ഉള്ള കാലം മുതല് അത് ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിലിരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഒരുമിച്ച് അതൊക്കെ പോവും. അന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അന്നും ഇന്നും. സാറിന്ന് പ്രവർത്തകരല്ലെങ്കിലും അന്ന് സാറിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ യാഥായിക്കാൻ പോയത്, യാതൊക്കെ പോയത്. അപ്പൊ അതൊരു കാലം. ജയറാം സാറിനൊക്കെ പഠിപ്പിച്ചതിന് കഷ്ടിച്ച് കഷ്ടപ്പെട്ട് അതിന് മുമ്പ് പോയതാണ് ഞാൻ. അല്ലെങ്കിൽ സാറിന്റെ കീഴിലേക്കുണ്ടായിരുന്നു അന്ന് നാടകം കളിക്കുണ്ടായിരുന്നു ഞാനൊക്കെ. പക്ഷെ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ പറ്റിയില്ലെങ്കിലും പഠിപ്പിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് നാടകം അഭിനയിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അത് സ്കൂളിൽ രംഗം വരെ. അത് പിന്നെ ചെറിയ കാര്യങ്ങൾ പോയി. ഞാനത് പ്രത്യേകം പറഞ്ഞു. ഇപ്പൊ ഇവിടെ മോഹൻദാസിന്റെ കാര്യം ഷാജിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ വേറെ 2 നാടകക്കാരെ കൂട്ടത്തിലുണ്ടല്ലോ. അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ നാടകത്തിന് മത്സരത്തിന് പോയിരുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് കഷ്ടിച്ച് സമ്മാനം കിട്ടാതെ കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ. ഗംഭീര നാടകം അവതരിപ്പിച്ച് ആലപ്പുഴ സ്റ്റേറ്റ് മത്സരത്തിന് പോയിട്ടുള്ള കൂട്ടത്തിൽ ഞാൻ കണ്ടു. അപ്പൊ ഇതൊന്നും അറിയാത്തവരും ഈ കൂട്ടത്തിലുണ്ട്. എന്തായാലും ഈ തരത്തിൽ പഴയ കാര്യങ്ങളൊന്ന് ഓർമ്മിക്കാൻ ഒരവസരം കിട്ടി. അപ്പൊ ഗുരുനാഥന്മാരോട് പഴയ ആദരവുണ്ടാകും. ഇനിയിപ്പോൾ ഈ കൂട്ടത്തിൽ ധാരാളം അധ്യാപകന്മാരുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അധ്യാപകരായാൽ തീർച്ചയായിട്ടും ആദരവ് കിട്ടും.
അപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിൽ അധ്യാപകരായാലും കുഴപ്പമില്ല, ആ ചെയ്യുന്ന തൊഴിൽ അതിനോട് ആത്മാർത്ഥത കാണിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളും സമൂഹവും അംഗീകരിക്കും. ഇന്ന് എല്ലാ രംഗത്തും ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞും അല്ലാതെയൊക്കെ രാഷ്ട്രീയ രംഗത്തുമൊക്കെ ധാരാളം അധ്യാപികമാരാണ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ ജില്ലാതലങ്ങളിലൊക്കെ ഉള്ളതിൽ അധ്യാപികമാരും അധ്യാപകരും ധാരാളം തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ രംഗത്തുള്ള അംഗീകാരം. അപ്പം പൊതുവായിട്ട് അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം പേരും അവനവൻ്റെ തൊഴിൽ വിട്ട് അല്ലെങ്കിൽ ആ പാഠപുസ്തകം വിട്ട് അതിനപ്പുറത്തേക്ക് കിടക്കാൻ തയ്യാറില്ലാത്തവരാണ്. അതിനാണ് മാറ്റം വരുമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം പാഠപുസ്തകം മാത്രമല്ല, മറ്ററിവുകൾ വേണം. ലോകം ആ ക്ലാസ് മുറി വിട്ട് അതിനപ്പുറത്തുള്ളൊരു ലോകം വേണം. ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാഠപുസ്തകത്തിലുള്ളത് കുറേ പഠിപ്പിക്കാമെന്നാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള അധ്യാപകർ ധാരാളമുണ്ട്. പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതല്ല വിദ്യാഭ്യാസം, അതിനപ്പുറമാണ് കാര്യങ്ങൾ. ഞങ്ങളെന്ന് പറയാൻ നിർത്തിയില്ല, സാധാരണ അറിയുമെന്ന് എനിക്കറിയില്ല. ഈ ഇപ്പം നിരക്ഷരന്മാരുടെ കൂട്ടത്തിൽ പെടുഞ്ഞാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ കാലം വന്നപ്പോൾ പഠിപ്പിച്ച് ഒടുവിൽ നിരക്ഷരൻ എന്നുള്ള ഗണത്തിൽ പെടുന്ന ആളായിട്ട് മാറി. ആരും പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ആരും പഠിച്ചില്ല. എന്നാൽ വീട്ടിലിരിക്കൊണ്ട് ഈ പറ്റി മോൻ എന്നെ പഠിപ്പിക്കാനും തയ്യാറാണ്. പക്ഷെ എന്ത് ചെയ്യുക, അതിനുള്ളൊരു മനസ്സിലേക്ക് അത് ആകുമോ ഇല്ല എന്നുള്ളൊരു ആശങ്ക. അപ്പൊ കാലത്തിനനുസരിച്ച് ആ രംഗത്ത് ഉയരാൻ പറ്റിയിട്ടില്ല. പറ്റിയാൽ നല്ലത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രായമായാലും പോലും നരസിംഹറാവു വയസ്സുകാലത്ത് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു. അപ്പൊ വേണമെന്ന് വെച്ചാൽ നടക്കും. ഇത് വേണമെന്ന് ഞാൻ വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. അതൊരു പോരായികയാണ് ഈ കാലത്ത്, അതൊരു വലിയ പോരായികയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ രംഗത്ത് വിജ്ഞാനമുള്ളവരാവണം, കമ്പ്യൂട്ടർ രംഗത്ത് കുറേയെങ്കിലുമൊക്കെ അറിവുള്ളവരാവണം. അപ്പൊ പ്രത്യേകിച്ച് അധ്യാപകർ. അപ്പൊ കാലത്തിനനുസരിച്ച് മുന്നേറാനൊക്കെ ഞാൻ ഇവിടെ പലരും ഇനിയും പറയാനുണ്ട്. അവരുടെ ഓർമ്മകൾ പങ്കുവെക്കാണ്. നിങ്ങളോടൊപ്പം മുഴുവൻ സമയവും കൂടണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും ഇവിടെ സഭയിൽ കമ്മിറ്റി ദിവസമാണ്. ഭാഗ്യത്തിന് അവിടെ കോറം തയ്യാത്തതുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ ഇരിക്കാൻ പറ്റാതെ വന്നതിൽ ദുഃഖമുണ്ട്. ആ ദുഃഖം കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയിട്ട് ഇത്രയും നേരം എൻ്റെ വാക്കുകൾ കഥയൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ഇനിയും എന്തെങ്കിലും അവസരം കിട്ടിയാൽ പുതിയ കഥകൾ എന്തെങ്കിലുമൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും പറയും. ആ ഒരു വാക്കുകൂടി തന്നുകൊണ്ട് ഇതിന് സന്തോഷത്തോട് 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് വിളിക്കുക എല്ലാം ചെയ്തതിന് അവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇവിടെ ഇപ്പം എല്ലാവരെയും പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പറ്റാതെ പോയതിലാണ് എനിക്കുള്ള ദുഃഖം. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇനി കാണുമ്പോൾ നിങ്ങളൊന്ന് വന്ന് പരിചയപ്പെടണം. ആ ഒരു കാര്യം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ വളരെ അപൂർവമായ ഒരു അവസരമാണിത്. എൻ്റെ കൂടെ പഠിപ്പിച്ചവർക്കും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ ഇനി ഇതേപോലെ ഒരു സംഗമം കഷ്ടപ്പാടൊക്കെ ഉണ്ടായി കാണും. പിന്നെ ഇപ്പം പിള്ളേരെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യിക്കാനായിട്ടൊക്കെ ചിലവൊക്കെ വളരെ കൂടുതലാണ്. പണ്ടൊക്കെ പഠിച്ചിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കാനായിട്ട് കാശൊന്നും വേണ്ട, ഒരു പൈസയും വേണ്ട. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കുട്ടികളെയൊക്കെ ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് എത്രമാത്രം പൈസയാണ് ചിലവാക്കുന്നത്. അപ്പം അതിനൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അപ്പം പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കും. മക്കളൊക്കെ ആണെങ്കിൽ കോളേജിലൊക്കെ അയക്കണം അല്ലേ? മൂവന്മാരുണ്ട്. അപ്പം മക്കളെയൊക്കെ നല്ലവണ്ണം പഠിപ്പിക്കുക. പിന്നെ ഇപ്പോഴത്തെ കിടാങ്ങളെന്ന് പറയുന്നതൊക്കെ നമുക്കൊന്നും ഒരു വിവരമൊന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളെക്കാളൊക്കെ എല്ലാ കാര്യത്തിലും അറിവുള്ളതാണ്. എനിക്കത് അനുഭവമുള്ളതാണ്. എൻ്റെ പേരക്കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതിനുള്ള അറിവൊന്നും ആ കൊച്ചിനുള്ള അറിവ് ചില കാര്യങ്ങളിലൊന്നും എനിക്കില്ല. അപ്പം കുട്ടികൾക്കൊക്കെ നല്ല അറിവുള്ളതാണ്. അപ്പം അവരെ നല്ല വണ്ണം പഠിപ്പിക്കുക. പിന്നെ അവർക്കൊക്കെ നല്ല ഭാവി ഉണ്ടാക്കാനായിട്ട് നിങ്ങളൊക്കെ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നതിന് വേണ്ടി
കുമാരി ശ്രീദേവിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളും അവരുടെ മക്കളും പേരക്കുട്ടികളും ഉണ്ടാവും ഇപ്പോൾ ഇവിടെ. ഏതായാലും ഒരു 30-35 വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്ന ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരും കൂടെ പഠിച്ചിരുന്നവരെയൊക്കെ വീണ്ടും ഒന്ന് കാണാനായിട്ടൊക്കെ ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. എനിക്ക് തീരെ വയ്യാതെ ഇരിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പൊ ഇതിന്റെ സംഘാടകർ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എത്തും എന്ന്. ഏതായാലും ഭാഗ്യത്തിന് എനിക്കിവിടെ വരാനും നിങ്ങളെല്ലാവരെയും കാണാനും പറ്റിയത് വലിയ സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പൊ പഠിപ്പിച്ചിരുന്ന ആരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. കുറച്ച് പേര് വന്ന് പരിചയപ്പെട്ട് അന്ന് കൊച്ചു ഷോർട്ട് സ്കർട്ടും പാവാടയും അതുപോലെ ട്രൗസറും ഒക്കെ ഇട്ട് വന്നിരുന്നവരൊക്കെ ഇന്ന് അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അയക്കണവരൊന്നും കണ്ടു കഴിഞ്ഞ ഒരാളെ പോലും ഇന്ന് മനസ്സിലാവണില്ല. അവർക്ക് എന്നെയും ചിലപ്പോൾ മനസ്സിലാവില്ല. മത്സര ടീച്ചറാണെന്ന് പറയുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഏതായാലും അവരെ എല്ലാവരും ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പം ടീച്ചർ കണ്ടിട്ടൊന്ന് മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചില്ലെന്നൊന്നും വിചാരിച്ച് ആരും ഒന്ന് പരിഭവമൊന്നും വിചാരിക്കരുത്. ഇനിയും ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാലും നിങ്ങളൊന്ന് പരിചയമൊക്കെ ഒന്ന് കാണിച്ചേക്കണം. പിന്നെ ഇതിന് മെനക്കെട്ട് ഇറങ്ങി ഇത്രയും നാളായിട്ട് ഞങ്ങൾക്കും തോന്നിയിട്ടില്ല, എൻ്റെയൊക്കെ ബാക്കിൽപ്പെട്ടവർക്കും തോന്നിയിട്ടില്ല, അതിന് ശേഷമുള്ളവർക്കും തോന്നാത്ത ഈ ഒരു നല്ല കാര്യം ഈ കുറച്ച് പിള്ളേർക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അവരുടെ ആ സന്മനസ്സുകൊണ്ട് എല്ലാവർക്കും ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി. ഇനി ഏതായാലും അവര് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കില്ലായിരിക്കും. ഇനിയുള്ള എല്ലാ വർഷവും ഇതുപോലെ ഒരു അവസരം ഉണ്ടായെങ്കിൽ എല്ലാവരുമായിട്ടൊന്ന് ഒത്തുകൂടി ഒരു വർഷം കാണുന്നവരെ ചിലപ്പോൾ അടുത്ത വർഷം കാണാൻ പറ്റിന്നിരിക്കില്ല. പല സ്കൂളുകളിൽ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ട്. ഫാമിലി അല്ലെങ്കിലും ഇങ്ങനെ ഒരു ചെറിയ തോതിലെങ്കിലും മൂത്തവന്ന് സ്കൂളിൽ മാത്രം ഒരു തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒന്നുമില്ല. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവന്മാര് പോണത് പോലും ആരും അറിയില്ല. അത് അന്തമാഷൊക്കെ പോയി അല്ലെങ്കിൽ ഒന്ന് സഭാക്കാരൊന്ന് അറിഞ്ഞാനെ. ഞാൻ എപ്പോഴും പറയാറില്ല അവരോട്, ഒന്ന് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ പോലും തന്നില്ലെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് കാണാനായിട്ടുള്ള ഒരു അവസരം എല്ലാ വർഷവും വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി തരണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. പല സ്കൂളിലും ഇങ്ങനെ പെൻഷൻ വെച്ച ടീച്ചർ ഇവിടെ ഏതായാലും അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതിന് ഒരു സന്മനസ് കാണിച്ച് ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. അപ്പം ഇതിന് തോന്നിയ ആ കുട്ടികൾ ഇന്ന് അവരൊക്കെ അച്ഛന്മാരൊക്കെയാണ്, എന്നാലും എനിക്ക് അവരെന്നും കുട്ടികളാണില്ല. ആ കുട്ടികളോട് എൻ്റെ സ്നേഹവും നന്ദിയും എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അത്രയ്ക്ക് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സംസാരിക്കാൻ ഏറെ ആകാംക്ഷ എടുത്തിട്ടുള്ള
ശ്രീമതി ഇന്ദിര ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ജീവിതത്തിൻ്റെ സായാഹ്നവേളയിൽ ഇതുപോലെ ഒരു സംഗമം സംഘടിപ്പിച്ച ശശിമാരോട് തീർത്താൽ തീരാത്ത കടപ്പാട് പറഞ്ഞറിയിക്കട്ടെ. അത് മാത്രമല്ല, പല വഴികളിലും വെച്ച് നമ്മളൊക്കെ കണ്ടാലും ഞങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാവില്ല. നിങ്ങൾ വന്നിട്ട് ഞങ്ങളോട് ടീച്ചറെ ഇത് ഞാനാണ്, അല്ലെങ്കിൽ ടീച്ചറുടെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവില്ല. അപ്പൊ ഇന്ന് വൈകിയാണ് ഞാനിവിടെ വന്നത് എങ്കിൽ കൂടിയും എനിക്ക് എല്ലാവരെയും ഒന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. ഇനിയും നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള ഒരു സമയമുണ്ട് എനിക്കും. അതുകൊണ്ട് അതിനുള്ള അവസരം ഒരുക്കി തന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ബി ടീച്ചർ നമ്മോട് സംസാരിക്കുന്നു. അതിനാൽ ഞാൻ ഈ വേദിയിലേക്ക് അവരെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എനിക്ക് ഈ സദസ്സിൽ വളരെയേറെ ഒന്നും പറയാനില്ല. മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള സംഗമങ്ങൾ നിങ്ങൾ വിളിച്ചു കൂട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളു. നന്ദി. ഈ വേദിയിൽ വന്ന് സൗഹൃദം പങ്കിടുന്നതിന് അവസരമുണ്ട്. അതിനായി ഞാൻ ശ്രീ രാധാകൃഷ്ണനെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ഗുരുജനങ്ങളെ, സഹപാഠികളെ, കുടുംബാംഗങ്ങളെ, ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ച ശശികുമാറിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഞാൻ ഇപ്പോൾ എക്സൈസിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ ഇന്നത്തെ ഈ നിലയിലെത്തുവാനുള്ള പ്രധാന കാരണം ഞാൻ ഈ സ്കൂളിൽ ഡി ഡിവിഷനിൽ പഠിച്ചതുകൊണ്ടാണെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. എ ഡിവിഷനിലും ബി ഡിവിഷനിലും ഒക്കെ സാമാന്യം നല്ല ബുദ്ധിയുള്ള പിള്ളേരാണ് പഠിച്ചിരുന്നത്. ഞാനൊക്കെ ഇത് ബുദ്ധി കുറവാണെന്നുള്ളതിൻ്റെ ഇതാണ് ഡി ഡിവിഷനിൽ വന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. കിട്ടണമെങ്കിൽ എക്സൈസിലോ പോലീസിലോ അങ്ങനെയാണെങ്കിലും മാത്രമല്ല, വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും നമ്മൾ അതിലൂടെ തിരിച്ചുള്ളൂ. അങ്ങനെ എൻ്റെ ആഗ്രഹം ഏതാണ്ട് സഫലമായി. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ പഠിച്ചിരുന്ന കാലത്ത് ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഇവിടെ പറയുന്നത് എൻ്റെ കൂട്ടുകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ജയറാം സാർ എന്നെ പഠിപ്പിച്ചിരുന്ന 3 കൊല്ലത്തിനിടയ്ക്ക് ഒരു ദിവസം മാത്രമാണ് ചിരിച്ചു കണ്ടത്. ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന രമാദേവി എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടി ഇവിടെ ഉണ്ടായില്ലെന്ന് അറിയാൻ പാടില്ല. സാറ് സോഷ്യൽ സ്റ്റഡീസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ബോർഡ് കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒരു മാപ്പിട്ട് അതിലൊരു സ്ഥലം അടയാളപ്പെടുത്താൻ ആ കുട്ടിയോട് പറയുകയും ആ കുട്ടി ഓടി വന്ന് ജയറാം സാറിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് വാങ്ങി ഇങ്ങനെ അടയാളപ്പെടുത്താനായിട്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി ഇങ്ങനെ കൈയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ജയറാം സാറിനെ പിടിയിട്ടില്ല എന്താണ് സംഭവം. ആദ്യമായിട്ട് ആ കുട്ടി ഹാഫ്സാരി എടുത്തുകൊണ്ടൊന്നാണ്. പോരണ പോക്കിന് അടുത്തിരുന്ന ഏതോ കുട്ടികൾ കൈ ഒന്ന് പിടിച്ച് അളർത്തി ഹാഫ്സാരി അവിടെ കിടന്നത്. ഇവിടെ വന്ന് ഇതിങ്ങനെ കാണിച്ച് അപ്പോഴും ജയറാം സാർ അവരുടെ അടുത്ത് നോക്കിയപ്പോൾ ആരോ ഒരു കുട്ടി എടുത്ത് പൊക്കി കാണിച്ചു കൊടുത്ത് ഹാഫ്സാരി കാണിച്ചു കൊടുത്ത്. ഇത് കണ്ട് ജയറാം സാർ ചിരിയിരിച്ചു. ഞാൻ ആദ്യം അവസാനമായിട്ട് ജയറാം സാറിന്റെ ചിരി ഉണ്ടാവുന്നതാണ്. പിന്നെയും ഇതുപോലുള്ള രസകരമായ അനുഭവങ്ങളുണ്ടായിട്ട് ക്വാർട്ടർലി എക്സാമിനേഷന് എനിക്ക് മാത്സിന് വെറും 17 മാർക്കാണ് കിട്ടിയത്. പക്ഷെ വത്സം മാഷ് തല്ലി അത് ഫൈനൽ എക്സാമിനേഷൻ ആയപ്പോഴേക്കും 71 മാർക്ക് കിട്ടി. ഒരു ദിവസം എനിക്ക് പുറമേനെ എടുക്കണമെന്ന് പറഞ്ഞ്
ഷർട്ടൊക്കെ മാറ്റി അമൃതാജ്ഞം തരുന്ന സമയത്ത് വൈഫ് വെച്ച് ഇതെന്താണ് ഇവിടെ അടയാളം കിടപ്പുണ്ടല്ല, നല്ല അടിയിട്ടി പോലുള്ള അടയാളം. ഞാൻ പറഞ്ഞ് അതെനിക്ക് മാത്സിന് 71 മാർക്ക് കിട്ടിയതിൻ്റെ ഒരു സമ്മാനം കിട്ടിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ തല്ലുകൊണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ ആ തല്ല് എനിക്കൊരു പിന്നീട് എൻ്റെ ഉയർച്ചയ്ക്ക് വളരെ അത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ ഈ നിലക്കും എൻ്റെ കൂട്ടുകാരുടെ ഇന്നത്തെ ഈ നിലയിലെത്തുന്നതിനും ഈ സ്കൂളിലെ അധ്യാപകരുടെ പങ്കിനെ പറ്റി എത്ര തന്നെ ഉയർത്തിയാലും മതിയാവുകയില്ല. പിന്നെ പോലീസാവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഒരു അധ്യാപകനാവണമെന്നും മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ആ ആഗ്രഹം ഈ അവസാന നാളിൽ അതും പൂവണിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ എക്സൈസ് ട്രെയിനിങ് അക്കാഡമിയിൽ ഒരു ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ആഗ്രഹവും കൂടി എനിക്ക് സഫലീകരിക്കാൻ കഴിഞ്ഞു. പിന്നെ വത്സ ടീച്ചർ പറയുകയുണ്ടായി, ഞങ്ങളെയൊക്കെ ഇപ്പോൾ കണ്ടാലും ആരും കണ്ടാൽ ഗവനിക്കാനുള്ള ഇതാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വത്സ ടീച്ചർ ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ കൂടെയൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നീടാണ് ടീച്ചർ പഠിപ്പിക്കാൻ വന്നത്. ടീച്ചർ പഠിപ്പിക്കണ മുഴുവനും ശ്രദ്ധിക്കാൻ പറ്റില്ല. ടീച്ചർ എന്നാൽ ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെ ഈ അധ്യാപകമായിട്ട് വന്നെന്നുള്ള ഞാനീ പറഞ്ഞായിട്ട് വൈഫും മോളൊക്കെ ഇരിപ്പുണ്ട് അടുത്ത് തന്നെ. നിങ്ങൾ വേറെ ഇതിലൊന്നും ചിന്തിക്കരുത്. ടീച്ചർ പിന്നീട് വരുമ്പോ നമ്മുടെ ശശികുമാറൊക്കെ മാറിയെന്ന് പറഞ്ഞു, ടീച്ചർ വരുന്നുണ്ട്. അങ്ങനെ അത്രയും നല്ല രീതിയിലുള്ള നല്ലൊരു അന്തരീക്ഷത്തിലായിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ ആ രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ സ്കൂളുകളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും ആ നല്ല നാളുകളെ പറ്റി ഓർക്കുവാനും അത് പങ്കെടുക്കുവാനും അവസരമുണ്ടായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അധ്യാപകരായ നിങ്ങളെല്ലാവരും പങ്കെടുത്തതിൽ അതിൽ പ്രത്യേകം നിങ്ങളെ ഞാൻ അനുഭവിക്കുന്നു. ഇനിയും അടുത്ത വർഷം ഇതിലും വിപുലമായ രീതിയിൽ നടത്തുവാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിലും എല്ലാവരെയും ഇപ്പോഴും തന്നെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായും പങ്കെടുക്കണം. ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഏത് പുതിയ അധ്യാപകൻ വന്നാലും അത് ഡിവിഷനിൽ പഠിപ്പിക്കാനായിരിക്കും വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. പല പുതിയ അധ്യാപകരുമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ശ്രീ ഉണ്ണിസാറും അങ്ങനെ തന്നെയാണ് വന്നത്. ഉണ്ണിസാർ എടുക്കുന്ന പാഠങ്ങൾ ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് മനസ്സിൽ പതിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എല്ലാ പാഠങ്ങളും അറിയില്ലെങ്കിലും 10ാം സ്റ്റാൻഡേർഡിലെ മലയാള പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠം ഉൾനാട്ടിലൊരു ഉത്സവം, എസ് കെ പൊറ്റക്കാടിന്റെ ബാല്യദീപ് എന്ന ബൃഹത്തായ യാത്രാവിവരണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയ ഭാഗമാണ്. എങ്കിൽ തന്നെയും ഉണ്ണിസാർ അത് ക്ലാസ്സിൽ വിവരിക്കുമ്പോൾ ഞാൻ ചെക്കോർദയുടെയും അങ്കുംബാസിന്റെയും ശ്രീയാത്തൂണിന്റെയൊക്കെ കൂടെ പുറകിൽ കൂടി ആ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ അത് പെൻസിൽ കൊണ്ട് കോറിയിട്ട ചിത്രം പോലെയാണ് തോന്നുന്നത്. അത്രയും നന്നായിട്ട് പഠിപ്പിച്ച, മലയാളം പഠിപ്പിച്ച ശ്രീ ഉണ്ണിസാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളോട് സംവാദിക്കും. ശ്രീ എം എ രാജപ്പൻ സാർ അവർ എൻ്റെ ഗുരുനാഥനാണ്. അതുപോലെ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച് ശ്രീമതി വിമല ടീച്ചർ എൻ്റെ ഗുരുനാഥയാണ്. അതുപോലെ MD വത്സൻ സാറ് എൻ്റെ ഗുരുനാഥനാണ്. ഇപ്പോൾ ഈ ശശി പറഞ്ഞതുപോലെ MD വത്സൻ സാർ ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്നത് എൻ്റെ ക്ലാസ്സിലാണ്. അത് ഒരു അവിസ്മരണീയമായ ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജയറാം സാറ്, ആനി ടീച്ചർ, ബിബി ടീച്ചർ ഞാനും ഒരേ വർഷമാണ് വന്നത്, 65. ടീച്ചർ വേഗം റിട്ടയർഡായി കുറച്ചുകാലം കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. വന്ന കാലത്ത് ഞാൻ അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ചെറായി സ്കൂളിൽ 2 വർഷം മലയാള അധ്യാപകനായിരുന്നു. അന്ന് ഫുള്ളി ക്വാളിഫൈഡ് ആകുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് ജോലി തരുന്നൊരു അവസ്ഥയിലായിരുന്നു.
അവിടെ ഞാൻ ഏതായാലും ഇവിടെ ഇത്തിരി സമയം എൻ്റെ ഊണഴിക്കാൻ സമയം എൻ്റെ അതിനൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, വേറെ അധികമൊന്നും പറയാനില്ല. അപ്പോൾ അവിടെ ഞാനിങ്ങനെ അധ്യാപക രംഗത്തേക്ക് വരുന്നതിൻ്റെ യാദൃശ്യമാണ്. കോളേജിലേക്ക് പോകാനുള്ള സാധ്യത ഒന്നില്ലായിരുന്നു. ഒരു പ്രത്യേക ചുറ്റുപാടിൽ നമുക്ക് ലഭിക്കേണ്ട പരിഗണന പോലും കിട്ടാത്തൊരവസ്ഥയിൽ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഡൈവോഴ്സായി അനാഥമായ രീതിയിൽ ആർക്കും പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത ഒരു രീതിയിലൊക്കെയാണ് ഞാൻ വളർന്നു പോകുന്നത്. അപ്പോൾ കോളേജ് പഠനം സാധ്യമല്ല. അതേസമയത്ത് തുടർന്ന് എന്തെങ്കിലും പഠിച്ചൊരു ജോലിയിലാകണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ അധ്യാപകർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 7ാം സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്നത് പുതിയകാവ് ഗവൺമെൻറ് മിഡിൽ സ്കൂളിലാണ്. അതിനിടയ്ക്ക് എൻ്റെ വിദ്യാഭ്യാസം നിന്നുപോയിട്ടുണ്ട്. നിന്നുപോയപ്പോൾ അധ്യാപികമാരൊക്കെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വേണ്ടിയിരുന്നത് അയാൾ അങ്ങനെ നിർത്തേണ്ട ആളില്ല എന്നുള്ള രീതിയിൽ. ആ കൊല്ലം എനിക്ക് 7ാം സ്റ്റാൻഡേർഡിൽ ഗവൺമെൻറ് പരീക്ഷയാണ്. ഫസ്റ്റ് ക്ലാസ് കിട്ടി. 5 ഫസ്റ്റ് ക്ലാസ് ഉണ്ടായാൽ ടോപ്പ് മാർക്ക് കിട്ടി. പിന്നീട് ഹൈസ്കൂളിൽ വന്നിരുന്നു. ആ മികവ് വളർത്താൻ പറ്റിയിട്ടില്ല. ട്യൂഷൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഞാൻ എസ് എഴുതി. അങ്ങനെ ഒരു തുടർന്ന് പഠിക്കേണ്ടതിനെ പറ്റി ആലോചിച്ച് നടക്കുമ്പോൾ എനിക്ക് മുൻപ് സംസാരിച്ച അനന്തൻ മാഷും വിൽസൺ ദാസുമായിട്ട് കണ്ടുപിട്ടിയാണ്. അപ്പോൾ അവർ എൻ്റെ ഒരു വർഷം ഞാൻ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അവരൊരു വർഷം നേരത്തെ പോയി. SLC പാസ്സായിട്ട് അവർ അനന്തനൊന്നും ഇതുവരെ എഴുതി നോക്കി കിട്ടിയില്ല. പിന്നെ TTCക്ക് പോയി, അത് കിട്ടിയില്ല. വിൽസൺ ദാസിന് അത് കിട്ടി. അപ്പോൾ പിന്നീട് വിദ്വാൻ പഠിക്കണതിന് കുറച്ച് പുസ്തകമൊക്കെ മേടിച്ചാൽ മതി. സിലബസ് ഉണ്ടെങ്കിൽ ബുക്ക് സ്റ്റാഡി എന്ന് പറയുന്ന പുസ്തകം മേടിച്ചിട്ട് സ്വന്തമായിട്ട് പഠിക്കാം. കുറച്ച് സ്വല്പകാലം ഒരു സംസ്കൃതം പഠിക്കാനൊക്കെ പോയി. ഞാൻ പിന്നെ ഒഴിവാക്കിയിട്ട് തികച്ചും സ്വതന്ത്രമായിട്ട് തന്നെയാണ് മലയാള പുസ്തകം പരീക്ഷ പാസ്സാക്കിയത്. അതിൽ വിജയിക്കുകയും ചെയ്തു. അനന്തരം അനന്ത സാറ് ഞാനും ഇവിടെയൊക്കെ എഴുതിയിട്ട് അനന്ത സാറിന് കിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെക്കാളും സീനിയറായിട്ട് ഇവിടെ വരാനും 5 പോകാനും പിന്നെ ഇവിടെ വരാനും ഒക്കെ കഴിഞ്ഞു. അപ്പൊ അത് യാദൃശ്യമാണ്. TTCക്ക് കിട്ടാത്ത ആള് ഹൈസ്കൂളിലെ അധ്യാപകനാണ്. ഒന്നും പ്രതീക്ഷിക്കാത്ത ആളൊക്കെ ഹൈസ്കൂളിൽ വരാം. ചെറായി സ്കൂളില് യാദൃശ്യമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. കാരണം എൻ്റെ കൂടെ പുതിയാവ് UP സ്കൂളിൽ പഠിച്ചിരുന്നൊരു വിദ്യാർത്ഥി അവിടെ നിന്ന് 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. എന്നിൽ 2 വയസ്സ് കൂടിയാളാണ്. അവരുടെ ക്ലാസ്സിൽ മലയാളം അധ്യാപകരെ കിട്ടാത്തത് കൊണ്ട് ഈ കുട്ടികളെ കൂടി ഒരു കുഞ്ഞുകുട്ടൻ മാഷാണ് അന്നത്തെ അവിടുത്തെ പ്രധാന അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് മലയാളം സാറില്ല, മലയാളം സാറിന് കിട്ടണം. എടാ ഞങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടായിട്ടില്ല, എവിടെയെങ്കിലും പോയാൽ വിളിച്ചിട്ട് വരാമെന്നു. ഞാൻ കുട്ടിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വരെയാണ്. അപ്പം എന്നിലും 2 വയസ്സ് കൂടിയാൾ, എന്നിലൊക്കെ വളരെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആളാണ്. എടാ കിട്ടുമോ? ഞാനപ്പോൾ ആദ്യത്തെ പരീക്ഷ മാത്രമേ പാസ്സായിട്ടുള്ളൂ, ഫസ്റ്റ് ഇയർ ഇല്ല. അപ്പൊ സാറ് പറഞ്ഞ് കിട്ടും, ഫുള്ളി ക്വാളിഫൈഡ് ഒന്നും വേണ്ട, എന്തെങ്കിലും പാസ്. അങ്ങനെ പോയി. അവിടെ അത് ശരിയായി. പിന്നീട് 65 അവിടുന്ന് പോരേണ്ട ഒരു സാഹചര്യം വന്നു. ഇത് പെർമനന്റ് ആയിരുന്നില്ല, വെക്കേഷൻ സാലറി കിട്ടില്ല. 65 വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ട് വന്നു. ജെയിംസ് ഓഫീസ് പറഞ്ഞാണ് സെന്റ് അഗസ്റ്റീൻസിലെ 10-12 വർഷം സർവീസുള്ള ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് വെച്ചൊരു കൈ പോയി കഴിഞ്ഞിട്ട് 26,000 രൂപ അന്നത്തെ ഇത് കിട്ടി. അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ അൺട്രെയിൻഡ് ആണെന്ന് അങ്ങനോട് പറയുകയും ചെയ്തു. ട്രെയിനിങ്ങിന് വേഗം പോകാനല്ല. അപ്പൊ ഒരു നല്ലൊരു തുക ആവശ്യപ്പെട്ടു. അപ്പൊ ഇത് ശരിയല്ല, നമ്മളൊരു ധാർമ്മിക രീതിയിലൊക്കെ സംസാരിച്ചു. നിങ്ങൾ വന്നപ്പോൾ ചോദിക്കേണ്ടതായിരുന്നു. അന്ന് എന്നെ വിളിച്ചുകൊണ്ടുവന്നിട്ട് ഇപ്പൊ 2-3 വർഷം കഴിഞ്ഞപ്പോൾ എന്നോടൊരു ഭീമമായ തുക ആവശ്യപ്പെടുന്നത് ന്യായീകരിക്കാവുന്നതല്ല. അപ്പൊ അവർ പറഞ്ഞു എന്നൊരു പാർട്ട് ടൈം പോസ്റ്റ് കൂടി ഉണ്ട്, അത് മാർക്ക് തരാം. ഞങ്ങൾക്കിപ്പോ കാശ് ആവശ്യമുള്ളൂ, വേറെ പരിഗണനയൊന്നുമില്ല. എനിക്കത് വേണ്ട, അതും പറയാൻ പോകുന്നു. അത് വേണമെങ്കിൽ ഗുണത്തിലുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പിറ്റേ ദിവസം ശ്രീധരൻ ചേട്ടൻ വരെ ഇവിടുത്തെ ശിവായില്ല. നാരായണൻ മാഷ അതുപോലെ ഒരാള് ഒരു കൊല്ലമില്ലാതെ വന്നിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഇതുപോലെ തിരക്കി കഴിഞ്ഞപ്പോ കുഞ്ഞിത്തയിലൂർ ഞാൻ അറിയുന്ന ഒരാളുണ്ട്, ചെറായി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോയി അങ്ങേരോട് ചോദിക്കാൻ വരാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അപേക്ഷ തരാൻ പറഞ്ഞു. അപേക്ഷ എഴുതി കൊടുത്തു. ഞാൻ വരുന്നില്ല. 10 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ശ്രീധരൻ ചേട്ടൻ വരെയാണ് പഴയ ശിവായി. മാഷ പിന്നെ കണ്ടില്ലാണ്ട് എല്ലാം പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ അപേക്ഷ അതുകൊണ്ട് പോയാൽ പോരാ, സഭയിൽ ചെന്ന് അവരെ കാണണം, സെക്രട്ടറി കാണണം. അത് കാണാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഡിമാൻഡൊന്നുമില്ല. വേറെ തരത്തിൽ വേരുകൾ പരിശോധിച്ചാൽ എനിക്കൊക്കെ ഇതുമായിട്ടൊക്കെ ചെറിയ ബന്ധങ്ങളൊക്കെ വരും, പൂർവികന്മാരായിട്ടുള്ള. അപ്പൊ അതൊക്കെ പരിഗണിച്ചിട്ട് ഒരു ഡിമാൻഡ് ഉണ്ടായില്ല. മാഷ് എന്തെങ്കിലും കൊടുത്താലും വാങ്ങിക്കാന്നുള്ളൊരു രീതിയാണ്. എന്തെങ്കിലും ഞാൻ കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ജോലി വിളിച്ചു തരുന്നൊരു കാലത്ത്
ജോലിയിൽ പ്രവേശിച്ച ഒരാളാണ്. വളരെ എളിയ നിലയിൽ അധ്യാപകനായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി റിട്ടയർഡ് 33 കൊല്ലം ഇവിടെയും റിട്ടയർഡായി സാമാന്യം ജീവിക്കാൻ ആവശ്യമുള്ള പെൻഷനൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിഞ്ഞു വിടുന്ന ഒരാളാണ്. എൻ്റെ വയസ്സും റിട്ടയർഡ് അധ്യാപിക, മക്കളൊക്കെ പഠിച്ചൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. ഏതാനും ദിവസം മുമ്പ് ഇതിൻ്റെ സംഘാടകരിൽ ഒരാളായ ശശി അണ്ടിപ്പുള്ളിക്കാവിൽ വെച്ചെങ്കിലും ഒരു ആശയം പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയാവുന്ന അധ്യാപകരുടെയൊക്കെ പേര് ഞാൻ കൊടുത്തു. അതിലവരൊരു സെലക്ഷൻ നടത്തി. അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധ്യാപകരുടെ മാത്രം പേരായിട്ട് ചുരുക്കി. പിന്നെ മാത്രമല്ല UP സെക്ഷനിൽ അവർ ഒഴിവാക്കി. അതെല്ലാവരും പോലെ കാണുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിലുള്ള എല്ലാവർക്കും ഹൈസ്കൂളിൽ വന്നു ചേർന്ന കുട്ടികൾ വളരെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവർ പരിമിതപ്പെടുത്തി ഒരു ഡിവിഷനെ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. ഏതായാലും ഞാൻ ഇവിടെ മൂത്തോന്നത്ത് നാരായണ വിളിച്ചു വന്ന് ജോലി സന്തോഷത്തോടെ ജോലി പ്രവേശിച്ചത് ആ ക്ലാസ്സിലാണ്. ആ പരിഗണന അവർക്കുണ്ട്. അപ്പൊ അന്നൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ചൊക്കെ വിജയ കുറച്ച് തന്നെ ട്രെയിനിങ്ങിന് പോയി, അങ്ങനെയൊക്കെ അങ്ങനെ പോയി, കാലം കഴിച്ചു പോയി. അന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പദ്യമൊക്കെ ഒരു വിധം രീതിയിലൊക്കെ ചൊല്ലും. അതായിരിക്കും ശശി അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ കൂടുതൽ പ്രശംസ പറ്റുന്ന ഒരാളൊന്നുമില്ല, സാമാന്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ കുട്ടികളായിട്ടുള്ള സ്നേഹബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആദ്യം വരുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു പദ്ധതി ഉണ്ടാവും. ഈ അധ്യാപക രക്ഷാകർത്തൃ ബന്ധമല്ല, വിദ്യാർത്ഥി ബന്ധത്തിൽ ഇന്നത്തെക്കാളും വളരെ ഇഴയെടുപ്പമുള്ളൊരു കാലത്താണ് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ വരുന്നത്. ഇവിടെ രാജപ്പ സാറ്, വിമല ടീച്ചർ, വത്സ സാറൊക്കെ വളരെ പ്രഗത്ഭമായ അധ്യാപകരാണ്. അവരുടെ നിലയിൽ നമുക്ക് വലിയ ആരാധനയുണ്ട്. പേഴ്സണലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലപ്പോഴും തമ്മിലൊക്കെ പറയും, അതുണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ. എങ്കിൽ തന്നെയും ആ ഉള്ളിലുള്ള സ്നേഹത്തിന് യാതൊരു കുറവില്ല. അവർക്കിങ്ങോടും നമുക്കങ്ങോടും. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മോടും അങ്ങനെയൊക്കെ ഉള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു അനുഭവം, ആദ്യൊരു വിദ്യാലയത്തിൽ വന്ന് പരിചയപ്പെടുന്ന ആ കുട്ടികൾ, പ്രത്യേകിച്ച് പ്രായ വ്യത്യാസം കുറവാണ്. അപ്പൊ അന്ന് ആ കൊല്ലം തന്നെ എനിക്ക് SSLC ക്ലാസ്സിൽ കിട്ടി. കാരണം ഒരു ടീച്ചർ ഇവിടെ നിന്ന് റിട്ടയർഡ് ആയി പോയി, അമൃതവല്ലി ടീച്ചർ. അന്ന് ആ കൊല്ലം തന്നെ SSLC ക്ലാസ്സും കിട്ടി. അപ്പൊ ഒരു രസകരമായൊരു സംഭവം ഞാൻ പറയും. ഒരു ക്ലാസ്സിൽ ചെന്നപ്പോ, 10ാം ക്ലാസ്സിൽ ചെന്നപ്പോ, അന്നൊക്കെ ഇതുപോലെ എല്ലാ കൊല്ലവും ജയിച്ചില്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ കുഞ്ഞാൻ പഠിക്കാത്ര കൊല്ലമെങ്കിലും 10-24 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പോ അത് 10 അപ്പൊ അവിടെ എനിക്ക് ടൈം ടേബിൾ തെറ്റിപ്പോയാന്ന് തോന്നി. ഒരു നല്ല പ്രായമുള്ള, എന്നെക്കാളും പ്രായമുള്ള ഒരു കുട്ടി സാരിയെ കൊടുത്ത് അവിടെ മേശയുടെ നിൽപ്പുണ്ട്. അപ്പൊ ടീച്ചറാണ്. എനിക്ക് ആരൊക്കെയാണ് തന്നെ കൃത്യമായിട്ട് അറിയില്ല, പുതിയ ടീച്ചർമാരൊന്നും അറിയില്ല. ടീച്ചറാണെന്ന് വിചാരിച്ച് ഞാൻ ടൈം ടേബിൾ നോക്കി. അപ്പോഴെൻ്റെ തന്നെയാണ് ഞാൻ വിളിച്ച്, ഇത് ടീച്ചറിൻ്റെയാണ്. ടീച്ചറായിരുന്നത് ഒരു കുട്ടിയായിരുന്നത്. നമ്മളെക്കാളും പ്രായമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ചെറായിലൂടെ അവസരം കിട്ടിയിട്ടുണ്ട്. 19ാമത്തെ വയസ്സിൽ ഹൈസ്കൂൾ അധ്യാപകരായിട്ട് 22ാമത്തെ വയസ്സിൽ ഇവിടെ വന്നു. അത് എന്നാൽ 20-24 ഓറേജുകാരൊക്കെ ധാരാളമുണ്ട്. എങ്കിലും ആ വലിപ്പത്തിനനുസരിച്ചല്ല അവർ അധ്യാപകരെ മാനിച്ചത്. പ്രത്യേകിച്ചും പിന്നീട് ഇന്ന് അതിനത്രയും പിന്നീട് വരുമ്പോൾ അത്രയും ആ ദാർഢ്യം കാണില്ല വിദ്യാർത്ഥികൾ. അതിന് സാമൂഹ്യമായ പല കാരണങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, വിദ്യാഭ്യാസത്തിൽ വരുന്ന രാഷ്ട്രീയത്തിന്റെ അതിപ്രസരങ്ങൾ. രാഷ്ട്രീയമൊക്കെ കുട്ടികൾ പഠിക്കണം, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തും, അതിനൊന്നും വിരോധമില്ല. എന്നാൽ അതിന്റെ അതിപ്രസരം കൊണ്ട് കുറേയേറെ ബന്ധങ്ങളൊക്കെ കുറച്ചിട്ട് ഏതെങ്കിലും ഒരു സമരം ശക്തമായിട്ട് നടക്കുമ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് കൂടുതൽ ശക്തമായിട്ട് നേരിടുന്നവരോട് അവർ കുറച്ച് ഈർഷ്യയൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് ഈ വിദ്യാർത്ഥിയും അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം വന്നു. ഇന്നാണെങ്കിൽ അധ്യാപകന്റെ സ്ഥാനം വളരെ കുറഞ്ഞു വരെയാണ്. പുതിയ മാധ്യമങ്ങളുടെ കണ്ടുപിടുത്തത്തോടുകൂടി വളരെ വ്യത്യസ്തമായ രീതിയിൽ ഗുരുമുഖത്തു നിന്നല്ലാതെയും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. വിദ്യാഭ്യാസത്തിന്റെ അലകും പിടിയും ഒക്കെ ആകപ്പാടെ മാറിയിരിക്കുകയാണ്. 40-45 വർഷത്തിന് മുമ്പാണ്, 4 ദശാബ്ദത്തിന് മുമ്പാണ് ഈ HDയിൽ ഞാൻ അധ്യാപകനായിട്ട് വരുന്നത്. 65 എത്രയോ മാറിയിരിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എത്രയോ വ്യത്യാസപ്പെട്ടിരിക്കണം. അന്ന് വളരെ പട്ടിണിക്കോലങ്ങളാണ്, ഭക്ഷ്യക്ഷാമങ്ങൾ, അതിനെതിരായിട്ടുള്ള സമരങ്ങൾ. എന്തെങ്കിലും നമുക്കൊരു ഭക്ഷ്യസ്വയം പര്യാപ്തി വരുമോ? ഇവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവും. എന്തെല്ലാം ഇതായിരുന്നു. പക്ഷെ എന്നാലും വിദ്യാഭ്യാസത്തിൽ ഇന്നത്തെക്കാളും ഒരു വ്യവസ്ഥാപിതമായ രീതി ഉണ്ടായിരുന്നു. അർഹിക്കുന്നവന് കിട്ടിയിരുന്നു.
സാധാരണക്കാരനും പഠിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നത് മാറിയിട്ട് വിദ്യാഭ്യാസം വരേണ്യവർഗത്തിന്റെ ഇതുമായിട്ട് മാറിയിരിക്കും. അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിൽ തടയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കും. എന്തോ അങ്ങനെ പോകില്ല. അതത്ര അപ്പോൾ ഒരു ഘട്ടം ചെല്ലുമ്പോൾ അത് സാധാരണക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഈ സൗഹൃദത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ വളരെ വാസ്തവത്തിൽ ഇത് കൂടേണ്ട സ്ഥലത്ത് നമുക്ക് കൂടാൻ സൗകര്യം കിട്ടിയിട്ടില്ല. അത് വേറെ കാര്യം. അത് ഇതിനു മുമ്പ് ആർക്കെങ്കിലും തോന്നിയിട്ടില്ലേ എന്ന് നമ്മുടെ രാജപ്രസാദ് ചോദിച്ചു. തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മളതൊരു സംഘടിപ്പിച്ചത് നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് വളരെ. പിന്നെ നമ്മളത്ര വലിയ ആളൊന്നുമില്ല. അവര് വന്നു കഴിയുമ്പോൾ ഞങ്ങള് 70-72 കാലത്ത് ഈ മുത്തോന്ന SNM ഹൈസ്കൂളിന്റെ കനക ജൂബിലി ആഘോഷിക്കാനായിട്ട് അധ്യാപകര് ഭീമമായൊരു തുക ശമ്പളത്തിൽ നിന്ന് പിടിച്ച് സ്വരൂപിച്ച് ഞങ്ങള് അത് നടത്താനായിട്ട് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ട് സഹായമൊക്കെ ആവശ്യപ്പെട്ട് നടന്നില്ല. പ്ലാറ്റിനം ജൂബിലി നടന്നില്ല. അപ്പൊ അങ്ങനത്തെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. വലിയൊരു സ്ഥാപനമാണ്. ആ വലിയ മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറ്റ് നമ്മുടെയൊക്കെ അധ്യാപകരുടെ സ്കൂളിന്റെ ഒക്കെ ആ പരിമിതി മറന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇത് 2 വിദ്യാലയം ആകാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളും പറ്റും. വളരെ സങ്കുചിതമായ ചില കാഴ്ചപ്പാടിന്റെ ഉടമകൾ അതിനെ എതിർത്തു. അത് നടന്നില്ല. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഞാൻ എന്റെ പരിധി വിട്ട് സംസാരിക്കുകയല്ല. ഇവിടെ അല്ലേ ഓരോ സ്ഥലത്തല്ലേ എനിക്ക് എന്റെ ഉള്ളിൽ തോന്നുന്നു പറയുന്നത്. അത്രയും വളരെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലാണ് നിർത്തത്. 2 പേര് വളരെ ബന്ധമുള്ള 2 പേര് ഒരേ സമയത്ത് പ്രധാന അധ്യാപിക ആവുമെന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ കാലം വലിച്ചെറിയും. വാസ്തവത്തിൽ ഇതുപോലെയുള്ള സൗഹൃദാന്തരീക്ഷം പുതുക്കുന്നത് ആ വിദ്യാലയത്തിന്റെ നല്ല നടത്തിപ്പിനും ആ അധ്യാപക രക്ഷാകർതൃ ബന്ധത്തിനും കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും ഇതിന്റെ മഹത്വം വിദ്യാഭ്യാസതയിലും വളരെ മഹത്തരമായൊരു കാര്യമാണ്. ഭാരതീയ പാരമ്പര്യത്തിൽ അതിന് അങ്ങേയറ്റത്തെ സ്ഥാനമുണ്ട്. ഗുരുശിഷ്യ ബന്ധത്തിന് ഇന്ത്യ കൽപ്പിച്ചിരുന്ന വളരെ അമൂല്യമാണ്. നമ്മുടെ ഗുരു എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം എന്താണ്? ഗുരു എന്ന് ഗാന്ധിന്റെ ഗൗരവം എല്ലാം പഠിച്ച് ലോകവിജ്ഞാനമൊക്കെ നേടി ജീവിതത്തെക്കുറിച്ചൊക്കെ ശരിയായ അറിവ് പകർന്നു കിട്ടുമ്പോ തത്വവിചാരമൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു ഗൗരവമാണ്. അതുള്ളവനില്ലേ മറ്റുള്ളവരിലേക്ക് വിദ്യ പകരാൻ പറ്റൂ. രാമെന്നുള്ള അക്ഷരത്തിലെ ഗുരു അത് വെളിച്ചം ഇരുട്ടിനെ കീറി മുറിക്കുന്നത്, വെളിച്ചം വായിക്കുന്നത്, പ്രകാശത്തിലേക്ക് നയിക്കുന്നതെന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ വലിയൊരു അർത്ഥമാണ് ഗുരു. ആ ഗുരുശിഷ്യ ബന്ധത്തിന് വളരെ പാവനത്വം കൽപ്പിച്ചിരുന്ന ഒരു കാലമാണ് പ്രാചീന ഭാരതത്തിലുണ്ടായിരുന്നത്. ചില ഭാരതീയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പദ്യന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാജ്ഞാന ശലാകയ ചക്ഷുരുന്മീലനം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അതായത് അജ്ഞാന അന്ധകാരത്തിൽ പെട്ടുഴലുന്ന ലോകത്തിന് വെളിച്ചം കൊടുക്കുന്ന, അറിവ് കൊണ്ട് വിദ്യ പകർന്നുകൊണ്ട് അതിന് വെളിച്ചം കൊടുക്കുന്ന കർത്തവ്യമാണ് അധ്യാപകനിലുള്ളത്. അധ്യാപകന് പ്രാപ്തരായിരിക്കണം. അങ്ങനെ പ്രാപ്തനായിട്ടുള്ള അധ്യാപകരെ ശിഷ്യന്മാർ മാനിക്കും. പ്രാചീന കാലത്ത് ഗുരുശിഷ്യ ബന്ധം വളരെ പിതൃപുത്ര ബന്ധത്തെക്കാളും ഒക്കെ ഉന്നതമായിരുന്നു. അപ്പൊ നമ്മുടെ സങ്കല്പം തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യയെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ വളരെ മഹത്തരമാണ്. നമ്മുടെ വിദ്യാദേവത സരസ്വതിയാണ്, അറിവിന്റെ ദേവത. സരസ്വതിക്ക് ഒരുപാട് പര്യായങ്ങളുണ്ട്. ആദ്യത്തെ പേര് അല്ല സരസ്വതി എന്നുള്ളത്. നമ്മള് സരസ്വതി പൂജ നടത്താറുണ്ട്. ജാതി മതവർഗ ഭേദവന്യൊക്കെ നടത്താറുണ്ട് ഇന്ത്യക്കാര്. ആദ്യത്തെ പേര് ഭാരതി എന്നാണ്. പ്രഥമം ഭാരതി നാമ, ദ്വിതീയം സരസ്വതി, തൃതീയം ശാരദാദേവി. 12 പേരിൽ ആദ്യത്തെ 3 ഞാൻ പറഞ്ഞു. ആദ്യത്തെ പേര് ഭാരതി. സരസ്വതിയുടെ ഒരു പര്യായമുള്ളൂ. ആദ്യത്തെ പര്യായം എന്താണ്? ഭാരതി എന്ന് വെച്ചാല് പാസിൽ രതിയുള്ളവൾ. പാസ് എന്ന് വെച്ചാൽ പ്രകാശം. പ്രകാശം കടത്തിവിടുന്നവൾ, പ്രകാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവൾ, വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം. അത് അറിവ് പ്രകാശമാണ്, അറിവ് വെണ്മയാണ്. അതുകൊണ്ടാണ് ആ സരസ്വതി. അപ്പൊ അത് ഭാരതി. വേണമെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്.
ഒരു കഥയിൽ ദുഷ്യന്തപുത്രനായ ഭരതൻ, ശൗന്ദ്രയുടെ ഭരതൻ ഈ രാജ്യം ഭരിച്ചിരുന്നതുകൊണ്ട് ഇതിന് ഭാരതം എന്ന പേര് വന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിനപ്പുറത്ത് ഈ സരസ്വതി സങ്കല്പത്തിൽ നിന്നല്ലേ ഈ രാജ്യത്തിന് ഈ മഹത്തായ പേര് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭാരതി, ഭാസിൽ രതിയുള്ളവൾ, ഭാസിൽ പ്രകാശത്തിലേക്ക് നയിക്കുന്നവൾ, പ്രകാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം. ഭാരതം, ഭാസിൽ രഥമുള്ളത് ഭാരതം. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പേര് വിദ്യ ദേവതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യം പ്രാചീന കാലത്ത് ലോകവിജ്ഞാനത്തിന്റെ തലസ്ഥാനമായിരുന്നു. ഇടക്കാലത്ത് നമുക്ക് കൈമോശം വന്നു. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലുണ്ടായ മാറ്റം നമ്മളെ ലോകത്തെ പ്രധാന വിദ്യാകേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും സംജാതമായിരിക്കുന്ന ഒരു കാലമാണ്. നാം പഠിച്ചതിൽ നിന്നും പഠിപ്പിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ലോകം നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉള്ള ശിക്ഷണം പരമാവധി ഇത് നമ്മളൊക്കെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അവരവരുടേതായിട്ടുള്ള പാത തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ വേണ്ടി അതിന് ശരിയായ ദിശയിലേക്ക് തിരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തും നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഭക്ഷണം കൊടുത്തു പിടിക്കുക ഇയാളെ കൊടുക്കും. ഈ സരസ്വതിയെ കുറിച്ച് മൂന്നാമത്തെ പേരെന്താണെന്ന് ഞാൻ പറഞ്ഞത്? ശാരദാദേവി. ഈ ശാരദാദേവി ഇയാള് ശ്രീനാരായണ ഗുരുവിന്റെ വർക്കലയിലെ പ്രതിഷ്ഠ ശിവഗിരിയില്ല. അതിനു മുമ്പ് അദ്ദേഹം പരിഷ്കൃത ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ പ്രതിഷ്ഠിച്ചു. സുബ്രഹ്മണ്യൻ, ശിവൻ, പാർവതി ഒക്കെ പ്രതിഷ്ഠിച്ചു. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവസാനം അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ കർമ്മങ്ങളിൽ ചെറിയ വ്യതിയാനം വന്നു. വെറും ക്ഷേത്രങ്ങൾ മാത്രം പോരാ, സന്യാസി മഠങ്ങൾ മാത്രം പോരാ, ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ അത് മാത്രം പോരാ, പാഠശാലകൾ കൂടുതലുണ്ടാവണം. ആരാധനയ്ക്ക് അത്യാവശ്യമെന്ന് വന്ന ചെറിയ ക്ഷേത്രങ്ങളും വിദ്യാകേന്ദ്രങ്ങളായിട്ടുള്ള വലിയ പാഠശാലകളും ഉണ്ടാവണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായ ആസ്ഥാനത്ത് വിദ്യാദേവതയായ ശാരദാദേവിയാണ് പ്രതിഷ്ഠിച്ചത്. ആ ശാരദാ പ്രതിഷ്ഠയുടെ കല്ലിടുന്ന സമയത്ത്, ബേസ്മെന്റ് പണിയുന്ന സമയത്ത് അദ്ദേഹം അവിടെ ആലപിക്കുന്നതിന് വേണ്ടി ഒരു പദ്യം രചിച്ചു. ഉള്ള ആളുകളിൽ ഏറ്റവും മഹാനായ ഒരാളാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ട് ഏറ്റവും മഹാനായ ആളെ കണ്ടെത്താനായിട്ട് മനോരമ പത്രക്കാരി അതിന്റെ ശതവാർഷിക ആഘോഷത്തിൽ ഒരു ശ്രമം നടത്തി. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുതമേനോനായിരുന്നു എന്റെ കൺവീനർ. ഒരു നൂറ്റാണ്ട് കാലത്ത് മുഴുവൻ മഹാന്മാരെയും മഹതികളെയും എഴുത്തുകാരെയും കലാവല്ലഭന്മാരെയും ഒക്കെ പരിശോധിച്ചിട്ട് അച്യുതമേനോൻ കണ്ടെത്തിയത് ശ്രീനാരായണ ഗുരുവിനെ. അപ്പൊ ആ ശ്രീനാരായണ ഗുരു എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുകയും മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നുള്ള വിശ്വാസന സന്ദേശങ്ങള്, മാനവിക സന്ദേശങ്ങള് ലോകത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പദ്യം കടുകട്ടിയാണ്. അതുകൊണ്ട് ഈ ചൊല്ലുന്നത് കാര്യത്തിലും വലിയ ഇമ്പൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു വരക്കൻ സ്ഥലത്തിലേക്ക് ചൊല്ലാൻ പറ്റുള്ള സംഗീതമൊന്നും പോയിട്ടില്ല. എങ്കിലും ഞാനത് ചൊല്ലിയാണ്. ഞാനപ്പോ എന്തെങ്കിലും ഇവിടെ വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് 2 ദിവസത്തിന് മുമ്പ് ഒന്ന് നോക്കി ഓർമ്മയിൽ വരുത്തി. അതൊക്കെ നടത്താട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതൻ മതിമറന്നന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിവരും നാദഭൂമിയിലമർന്ന വിരാപടരും ചിന്നാവിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനി. ഇല്ലാതമായ ഇണുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതു മെല്ലാമൊരാതി അറിവാം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. തല്ലാപമൊന്നു മതി എല്ലാവരും നിറയും ഉല്ലാഘബോധ ജനനീ.
ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നമതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമകത്തിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ അഖണ്ഡാനുഭൂതിയിലും തണ്ടാരിൽ വീണുമതു ഉണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുഹൃതി തണ്ടാരിൽ വീണുമതു ഉണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുഹൃതി ആരായുകിൽ തിരകൾ നീരായിടുന്നു പണിനാരായിടുന്നു ആരായുകിൽ തിരകൾ നീരായിടുന്നു നാരായിടുന്നു കുടവും പാരായിടുന്നതിനു നേരായിടുന്നു ലകമോരായിലുണ്ടകിലവും പേരായ നിൻകടലിൽ ആരാധനം തരണം ആരാലതിന്നൊരു വരം നേരായി വന്നിടുക വേറാരുമില്ല ഗതി നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനീ ഹേ രാജയോഗ ജനനീ മേലായ മൂലമതിയാലാവൃതം ജനനി മേലായ മൂലമതിയാലാവൃതം ജനനി നീലാസ്യമാടി വിടുമീ കീലാലവായു വനല കോലാപലം ഭുവനം ആലാപമാത്രമഖിലം കാലാദിയായ മൃദുമൂലാഹന നെയ്യുമൊരു ലീലാപടം ഭവതിമൈ മേലാകെ മൂടുവതിനാലാരുമുള്ളതറി വേലാകമാന്ത നിലയേ മേലായ മൂലമതിയാലാവൃതം ജലനി നീലാസ്യമാടി വിടുമീ കേലാലവായു വനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഗഖകം താനായതും ധരനദീ നാരിയും നരനുമാതാകവും നരകവും നിന്നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായിരുന്നറിയുമീ ഞാനായതും ഭവതി ഹേ നാദരൂപിണി യഹോ നാടകം നിഖിലവും ഹേ നാദരൂപിണി യഹോ നാടകം നിഖിലവും എൻ പാപമൈവതിനൊരമ്പായിടുന്നറിവ് എൻ പാപമൈവതിനൊരൻപായിടുന്നറിവ് നിൻപാദാരിലെഴുമെന്നൻപാണുമൗർവി ഒരിരുമ്പാമനം ധനു രഹം ഭാവിയാണു അമ്പാതരുന്നു വിജയം അമ്പാതരുന്നു വിജയം പാപവങ്കിലമകമ്പാനമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും പാനമാമുലകവും പാനമാകുമഖിലം സത്തായി നിന്നു പരിചിത്തായി സത്തായി നിന്നു പരിചിത്തായി വീണ്ടുമൊരു സത്തായി നിന്നു പരിചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നും അറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയ വിസ്താരമന്നമതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി നീ സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി നീ ഭൂതാതിഭൂതമതിനാവാസമില്ല വെറുമാഭാസമാമറിവിനാഭാവിശേഷമതിനാവാസമിങ്ങുലകിൽ ലാവാദിനം ഭവതിയാൽ നാവാദിതൻ വിഷയിതാവാസമറ്റ ഭവദാവാസം നാവാദിതൻ വിഷയിതാവാസമറ്റ ഭവദാവാസം ആകവിലസും ദ്യോവാണ
അതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനി വാഴ്ത്തുവാനും അരുളേ വാഴ്ത്തുവാനും അരുളേ. ഈ